പറയുന്നത് 3 പേരുടെ വരികൾ സ്വീകരിച്ചിട്ടുണ്ട്. സംഗീതം നൽകിയതിന് ശേഷമേ ഒരു നിഗമനത്തിലെത്തുവാൻ സാധിക്കൂ. താങ്കളുടെ വരികൾ നിരാകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതെന്തുകൊണ്ട് മന്ത്രി വിളിച്ച് ചോദിച്ചതാണ്, മന്ത്രി വിളിച്ച് ശകാരിച്ചു വേണം, അതുകൊണ്ട് മാറ്റിയതാണ്. രാവിലെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഹരിനാരായണ പാട്ടാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് സ്പെസിഫിക്കായിട്ട് പറഞ്ഞു. ഇനി എൻ്റെ പാട്ട് അവർ സ്വീകരിച്ചാൽ ഞാൻ കൊടുക്കുകയില്ല, ഉറപ്പായിട്ട് കൊടുക്കുകയില്ല. സജി ചെറിയൻ എനിക്ക് സ്വന്തം അനിയൻ, ബാംഗ്ലൂർ നാട്ടുകാരാണ്, എൻ്റെ അനിയനെ പോലെ. പക്ഷേ അദ്ദേഹം പറഞ്ഞാലും കൊടുക്കുകയില്ല. എന്തിനാ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന സഹ പിണറായി പറഞ്ഞാൽ കൊടുക്കുകയില്ല. ഇനി സാഹിത്യ അക്കാദമിക്ക് ഞാൻ പാട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല. ഒരു കാരണവശാൽ പിന്നെ എന്നെ ആവശ്യത്തെ അത് ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞു സച്ചിദാനന്ദൻ. ഒരിക്കലും കൊടുക്കുകയില്ല. എനിക്കെൻ്റെ ആവശ്യമില്ല. സച്ചിദാനന്ദൻ്റെ കസേര വേണം, അയാൾക്ക് വേറെ നിലനിൽപ്പില്ല. എനിക്ക് കസേര വേണ്ട, എനിക്ക് പെൻഷനായിട്ടില്ല. ഞാനൊരു ഉദ്യോഗത്തിൽ 26 വയസ്സ് ഉദ്യോഗം രാജിവെച്ചവനാണ്. അത് കഴിഞ്ഞ് തൻ്റെ നട്ടലിൽ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ പേന കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ക്യാമറ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ഒരു തന്നെ സപ്പോർട്ട് ആവശ്യമില്ല, ഒരു കസേരയും വേണ്ട. എനിക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു സ്ഥാനവും വേണ്ട, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് തുറന്നു പറയാം, ധൈര്യമായി പറയാം. സച്ചിദാനന്ദൻ ആ ധൈര്യമില്ല, നട്ടലില്ല. കാരണം വെച്ചാൽ അയാൾക്ക് മാറ്റി പറയേണ്ടി വരും.